ഡിവിസിബിലിറ്റിയുടെ കേസ് പഠിച്ചായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ 3ാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, ടോപ്പിക് വൈസ് എക്സാംസ് and full syllabus based model exams with feedback, doubt clearance and mentorship തുടങ്ങിയ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 3999 രൂപയ്ക്ക്. ഡിവിസിബിലിറ്റിയുടെ കുറെ കേസ് പഠിച്ചായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഡിവിസിബിലിറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രൈം നമ്പറിനെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇപ്പം GCD അല്ലെങ്കിൽ LCM ഒക്കെ കാണാൻ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ പ്രൈം നമ്പറിന്റെ ഡിവിസിബിലിറ്റി ആണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ വേണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുന്നുണ്ടോ എല്ലാരും? കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഇഫ് എ പോസിറ്റീവ് ഇന്റിജർ n ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പൊ ഈ പോസിറ്റീവ് ഒരു പോസിറ്റീവ് നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത്? 7 കൊണ്ട്. The remainder is 3. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 3 ആണ്. അപ്പം if a positive integer n is divisible by 7, the remainder is 3. Which of the following number yields remainder 1 when divided by എത്രയാണ്? 7. ഡിവൈഡ് ബൈ എത്രയാണ്? 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണ്. എന്നിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്രയാണ്? 3 ആണ് കിട്ടിയത്. എങ്കിൽ ഈ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ ആണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത്? ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ജനറൽ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു divisible by 7 എന്ന് പറയുമ്പോൾ അവിടെ റിമൈൻഡർ 0 ആയില്ലേ? ഇവിടെ ക്വസ്റ്റ്യന്റെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇവരുദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ഇഫ് എ പോസിറ്റീവ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ എന്നല്ല, ഡിവൈഡഡ് ബൈ എന്നാണ്. ഈ ഡിവിസിബിലിറ്റി വരത്തില്ല, ഡിവൈഡഡ് ബൈ 7. അതാണ് ഈ സെന്റൻസിൽ ഒരു മിസ്മാച്ച് ഉണ്ട്. അപ്പൊ ഇഫ് എ പോസിറ്റീവ് n ഈസ് ഡിവൈഡഡ് ബൈ എന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഡിവൈഡ് ബൈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ the remainder is 3. ആ റിമൈൻഡർ കിട്ടുന്നത് 3 ആണ്. Which of the following number is the remainder 1 when divided by ഇങ്ങനെ വരുന്നത്? divided by 7. Divided by 7. ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം 24. ഈ 24നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ജനറൽ ആയിട്ട് പറയാം. അപ്പൊ പൊതുവായിട്ട് എല്ലാത്തിനും ഇങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അപ്പൊ 24നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 3s are 21. റിമൈൻഡർ എത്രയാണ്? 3. അപ്പൊ നോക്കി, 24നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ എത്രയാണ്? 3. അപ്പൊ ഈ 24ൽ നിന്നും ആ റിമൈൻഡർ അങ്ങ് മൈനസ് ചെയ്യുക. അപ്പൊ റിമൈൻഡർ മൈനസ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 21. നമുക്ക് എന്താണോ റിമൈൻഡർ വെച്ചാൽ അധികം ഉള്ളത് ഡിവൈഡ് ചെയ്യുമ്പോൾ അധികം കിട്ടുന്ന സാധനത്തിന് പറയുന്ന പേരാണ് റിമൈൻഡർ. ആ റിമൈൻഡർ ആ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 21 കിട്ടി. വിച്ച് ഇസ് എന്താണ്? വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ഇത് 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്.
അപ്പൊ 7ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ നിങ്ങൾക്ക് എത്രയാണോ റിമൈൻഡർ വേണ്ടത് അത് ആഡ് ചെയ്താൽ മതി. ഇപ്പം ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 1 റിമൈൻഡർ ആകാൻ എത്ര വേണം? അപ്പൊ ഈ 7ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ നമ്മൾ 1 ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ 21 പ്ലസ് 1 എത്ര കിട്ടും? 22. എന്ന് പറഞ്ഞാൽ 22നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര? 22 ഡിവൈഡ് ബൈ 7, 7 3 സാർ 21. റിമൈൻഡർ എത്രയാണ്? 1. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും റിമൈൻഡർ കുറച്ച്, എന്താണ്? റിമൈൻഡർ കുറച്ചിട്ട് മൾട്ടിപ്പിൾ ആക്കുക, ഡിവിസിബിൾ ആക്കുക. 7ന്റെ ഡിവൈഡഡ് ബൈ ഡിവിസിബിലിറ്റി ആക്കുക. അപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി ആക്കണം. അപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി ആക്കാൻ റിമൈൻഡർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7ന്റെ ഡിവിസിബിലിറ്റി കിട്ടും. അപ്പം 7ന്റെ മൾട്ടിപ്പിൾ കിട്ടും. പിന്നെ എത്രയാണോ നിങ്ങൾക്ക് റിമൈൻഡർ വേണ്ടത് അത് ആഡ് ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യം കൂടെ, ഇപ്പൊ 21 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്ത മൾട്ടിപ്പിൾ കിട്ടാൻ ഇതിന്റെ കൂടെ ഏത് ആഡ് ചെയ്താൽ മതി? 7 ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ്? 28. അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ കിട്ടാൻ എത്ര ആഡ് ചെയ്യുക? 7 ആഡ് ചെയ്യുക. എത്ര കിട്ടും? 35. അപ്പൊ അടുത്തടുത്ത 7ന്റെ മൾട്ടിപ്പിൾ കിട്ടാൻ എത്ര ആഡ് ചെയ്ത് പോയാൽ മതി? 7. ഇനി 1 റിമൈൻഡർ ആണെങ്കിൽ എത്ര ആയിരുന്നു? 1 ആഡ് ചെയ്യുമ്പോൾ 22. അടുത്ത 7ന്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരെ ഇനി എത്ര കൊണ്ട് ആഡ് ചെയ്യുക? 7 കൊണ്ട് ആഡ് ചെയ്യുക. എത്രയാണ്? 29. 29നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര ആയിരിക്കും? 1. അടുത്ത കിട്ടാൻ 7 കൊണ്ട് ആഡ് ചെയ്യുക. എത്രയാണ്? 36. 36നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര ആയിരിക്കും? 1. ഇങ്ങനെയാണ് നമ്മൾ റിമൈൻഡറിനെ മാറ്റുന്നത്. അപ്പൊ റിമൈൻഡറിനെ മാറ്റാൻ നമുക്ക് എന്താണോ വേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഡിവിസിബിലിറ്റി ആക്കുക. എന്താക്കുക? ഡിവിസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ ഇത് പറയട്ടെ, ഇത് നിങ്ങൾ തന്നെ പറയണം, ഞാൻ പറയാം. n ഈസ് ഡിവൈഡഡ് ബൈ 4 എടുക്കട്ടെ. n ഈസ് ഡിവൈഡ് ബൈ റിമൈൻഡർ, ദ റിമൈൻഡർ ഈസ് 2. അപ്പൊ n ഈസ് ഡിവൈഡഡ് ബൈ 4. n-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ എത്രയാണ്? 2. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും n മൈനസ് 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കും? 4 n മൈനസ് 2. ആ റിമൈൻഡർ എന്നിൽ നിന്നും ആ റിമൈൻഡർ മൈനസ് ചെയ്താൽ, ഇപ്പൊ റിമൈൻഡർ 2 ആണെങ്കിൽ ആ 2നെ മൈനസ് ചെയ്താൽ ആ കിട്ടുന്ന നമ്പറിനെ എന്താണ്? ഡിവിസിബിൾ ബൈ 4. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ഓഫ് 4. ഡിവിസിബിളിന്റെ വേറൊരു പേരാണ് മൾട്ടിപ്പിൾ ഓഫ് 4. 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി നമുക്ക് 1 റിമൈൻഡർ വേണമെങ്കിൽ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. അപ്പൊ n മൈനസ് 2 ഉണ്ട്, നമ്മുടെ ഇവിടെ എത്ര ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? n മൈനസ് 1. അപ്പൊ n മൈനസ് 1 എന്തുകൊണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര ആയിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അടുത്ത 1 റിമൈൻഡർ വരാൻ ഇതിനെ എത്ര കൊണ്ട് പ്ലസ് ചെയ്യുക? 4 കൊണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ n മൈനസ് 1 പ്ലസ് 4 എത്ര കിട്ടും? n പ്ലസ് 3. അപ്പൊ ഇതും എന്താണ്? ഡിവിസിബിൾ 4 ആകുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 1. വീണ്ടും കിട്ടാൻ വേണ്ടി ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 4 ആഡ് ചെയ്യുക. അപ്പൊ n പ്ലസ് 7 കിട്ടും. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത്, അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ഡിവിസിബിലിറ്റി ബൈ 4 ആണ് പറഞ്ഞത്. ഡിവിസിബിലിറ്റി ബൈ എന്താണ്? 4ന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഡിവിസിബിലിറ്റി ബൈ 4 ആണെങ്കിൽ ഏതൊരു ഡിവിസിബിൾ ഡിവൈഡഡ് ബൈ ആണെങ്കിലും റിമൈൻഡർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പറിനെ പൂർണ്ണമായിട്ടും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണോ റിമൈൻഡർ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ റിമൈൻഡർ 5 ആണെങ്കിൽ 5നെ മാറ്റി കഴിഞ്ഞാൽ എന്താണ്? ആ നമ്പറിനെ പൂർണ്ണമായിട്ട് റിമൈൻഡർ എങ്ങനെയാണ്? ആ നമ്പറിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് റിമൈൻഡർ വരുന്നത്. ആ റിമൈൻഡർ ആ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പൊ n-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി പറഞ്ഞു n-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? 3 അല്ലയോ? അപ്പം ഏതാ 7ന്റെ ഡിവിസിബിലിറ്റി എന്തായിരിക്കും? n മൈനസ് 3. n മൈനസ് 3 നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? n-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 വന്നതുകൊണ്ട് n മൈനസ് 3 നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി റിമൈൻഡർ എത്ര വേണ്ടത്? 1 അല്ലയോ? അപ്പൊ 1 ആണെങ്കിൽ അപ്പൊ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 1 റിമൈൻഡർ 1 വരുത്താൻ വേണ്ടി പൂർണ്ണമായിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത നമ്പറിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? n മൈനസ് 2. n മൈനസ് 2 ഓപ്ഷനകത്തുണ്ടോ? ഓപ്ഷനകത്ത് n മൈനസ് 2 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ അടുത്തത് നോക്കാം. അടുത്തത് നോക്കുന്നത് എന്താണ്? പ്ലസ് 7 ചെയ്യുക. പ്ലസ് എന്ത് ചെയ്യുക? 7. 24 എങ്ങനെ കിട്ടിയ സർ? ഏതാ 24? എവിടാ 24? ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ. ഞാൻ അപ്പൊ ക്ലാസ് കേറില്ലായിരുന്നു. അതൊരു എക്സാമ്പിൾ പറഞ്ഞ.
ജസ്റ്റ് ആ ജനറൽ ആയിട്ട് പറയുന്നതിന് വരെ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു പോകായിരുന്നു. ആ നോക്കി. അപ്പം എന്നിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 ആയതുകൊണ്ട് n-3യെ പൂർണ്ണമായിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ n-3 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് എത്ര റിമൈൻഡർ വേണ്ടത്? 1 അല്ലയോ? 1 റിമൈൻഡർ ആണെങ്കിൽ ആ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തതിന് എത്ര ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് n-2 കിട്ടി. n-2 ഓപ്ഷനകത്തില്ല. അപ്പൊ അടുത്ത റിമൈൻഡർ 1 വരാൻ വേണ്ടി 7ന്റെ അല്ലേ ഡിവിസിബിലിറ്റി 7 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. 7 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? n പ്ലസ് എത്ര? 5. n+5. അത് ഓപ്ഷനകത്തുണ്ടോ എന്ന് നോക്കിയേ. n+5 ഓപ്ഷനകത്തുണ്ടോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ എന്താണ്? ഡി. അപ്പൊ ഈ ടൈപ്പ് നോക്കിക്കോണം. എന്താണ് ഡിവിസിബിലിറ്റി? 7 ഇഷ്ടമുള്ള ആയിക്കോട്ടെ. ഞാൻ വേറെ ചോദിക്കുകയാണ്. ഒരു ഓപ്ഷൻ തരാം, കുറെ ഓപ്ഷൻ തരാം. ഇപ്പം n is divided by 9, the remainder is 5. Remainder is 5. അപ്പൊ എന്നിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ is 5. അപ്പൊ ഇനി which of the following? Which of the following number? Which of the following number yields remainder? Remainder 3 ആയിക്കോട്ടെ. When divided by 9. Divided by 9. Options പറയാം. ഇതിനകത്ത് ഏത് ഓപ്ഷൻ വരും? ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ സി, n+7. ഓപ്ഷൻ സി. അപ്പൊ എങ്ങനെ ചെയ്ത് നോക്ക്. n ഈസ് ഡിവൈഡഡ് ബൈ 9. ദ റിമൈൻഡർ ഈസ് എത്രയാണ്? 5. അപ്പൊ എന്നിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 5 ആണ്. അപ്പൊ നമുക്ക് എന്താണ്? n-5നെ പൂർണ്ണമായിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ റിമൈൻഡർ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ പൂർണ്ണമായിട്ട് എന്തുകൊണ്ട് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എത്ര റിമൈൻഡർ വേണ്ടത്? 3 ആണ്. അപ്പൊ റിമൈൻഡർ 3 വേണമെങ്കിൽ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 3 ആഡ് ചെയ്യുക. ഇനി എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? n-2 കിട്ടും. n-2 ഈ ഓപ്ഷനകത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിട്ടില്ലെങ്കിൽ അടുത്തത് കിട്ടാൻ എന്താണ്? 9 ആ പറയുന്നത്. അപ്പൊ 9ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ അടുത്തത് കിട്ടാൻ എത്ര ആഡ് ചെയ്യുക? 9 ആഡ് ചെയ്യുക. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ലയോ? അടുത്ത 9 ഏത് നമ്പറിനാണോ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടാൻ ഇതിന്റെ കൂടെ 9 ആഡ് ചെയ്താൽ മതി. ഇതിന്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? n+7, which is the answer. n+7 ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പം ഒരു റിമൈൻഡിനെ ചേഞ്ച് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം സർ. ഏതാ? ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം. 6ാമത്തെ ഇത് അതുകൂട്ട് തന്നെ. ഇത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇഫ് എ പോസിറ്റീവ് ഇന്റിജർ n ഈസ് ഡിവൈഡഡ് ബൈ 7. ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എത്രയാണ്? 3 ആണ്. അപ്പം ഈ റിമൈൻഡർ ഈ നമ്പറിൽ നിന്ന് കുറയ്ക്കുക. n-3. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചുണ്ടോ? 24നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടിയത്? 3 ആണ്. അപ്പൊ ആ നമ്പറിൽ നിന്നും ഈ റിമൈൻഡർ കുറച്ചപ്പോ എത്ര കിട്ടിയത്? 21. 21നെ പൂർണ്ണമായിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണോ റിമൈൻഡർ കിട്ടുന്നത് ആ റിമൈൻഡർ കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പറിനെ പൂർണ്ണമായിട്ട് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് പറയുന്നത് ആ നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 7 ആയതുകൊണ്ട് n-3 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട എത്രയാണ്? റിമൈൻഡർ. ഒരു പൂർണ്ണമായിട്ട് ഇപ്പൊ 21നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് അതിന്റെ ഒരു റിമൈൻഡർ 1 വരണമെങ്കിൽ 1 ആഡ് ചെയ്താൽ മതി. അപ്പൊ 22 കിട്ടും. 22നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര കിട്ടും? 1.
ഇപ്പൊ റിമൈൻഡർ 2 കിട്ടണമെങ്കിൽ ആ നമ്പറിന്റെ എത്ര കൊണ്ട് ആഡ് ചെയ്യുക? 2 കൊണ്ട് ആഡ് ചെയ്യുക. അതേ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ആദ്യം 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ എന്നിൽ നിന്നും 3 മൈനസ് ചെയ്ത്, ഇനി നമുക്ക് വേണ്ട റിമൈൻഡർ 1 ആണ്. അപ്പൊ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? n-2 കിട്ടി. n-2 ഈ ഓപ്ഷനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. പക്ഷെ ഓപ്ഷനകത്ത് n-2 ഇല്ല. അപ്പം അടുത്തത് കിട്ടാൻ ഇവിടെ ഡിവിസിബിലിറ്റി ബൈ 7 അല്ലേ പറഞ്ഞേക്കുന്നത്, 7 ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പം ഇനി അടുത്ത സെയിം ഇതേപോലെ റിമൈൻഡർ 1 കിട്ടുന്ന 1 വരുന്ന നമ്പർ കിട്ടാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പർ കിട്ടും. ഇപ്പൊ n-2 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റിമൈൻഡർ 1 ആണ്. പക്ഷെ n-2 ഓപ്ഷനകത്തില്ല. അപ്പൊ അടുത്തത് കിട്ടാൻ ഇവിടെ 7 ആ പറഞ്ഞുകൊണ്ട് 7 ആഡ് ചെയ്യുക ഇതിന്റെ കൂടെ. അപ്പൊ ഇതിന്റെ കൂടെ n-2 പ്ലസ് 7 ചെയ്യുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? n+1. അത് ഓപ്ഷനകത്തുണ്ട്. അപ്പൊ n-2 7 കൊണ്ട് ആഡ് ചെയ്ത 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 ആണ്. n+5 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 ആണ്. ഇനി അതും ഇല്ലെങ്കിൽ അടുത്ത ഒന്നും കൂടെ കൊടുത്തു നോക്കുക. വീണ്ടും 7 ആഡ് ചെയ്യുക. 7 ആഡ് ചെയ്യുമ്പോൾ കിട്ടും n+12. അപ്പൊ ഈ കിടക്കുന്ന നമ്പർ, ഈ കിടക്കുന്ന n-2 n+5 n+12 ഈ നമ്പറിനെ എല്ലാം 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും വരുന്നത്. റിമൈൻഡർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഈ ടൈപ്പ് നോക്കിക്കോണം. അടുത്തൊരു കണ്ടോ? വിച്ച് ഓഫ് ദി ഫോളോ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7, 11, 13? ഈ തന്നിരിക്കുന്ന ഏത് നമ്പറിനെ 7 കൊണ്ടും 13 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് 7ന്റെ നോക്കുന്നത്? ആദ്യം നമുക്ക് എളുപ്പമുള്ളത് 11ന്റെ ഏതാന്ന് നോക്കാം. 11 സാറ്റിസ്ഫൈ ചെയ്യുന്നത് വേണ്ട. 11 സാറ്റിസ്ഫൈ ഓൾട്ടർനേറ്റീവ് എടുത്താൽ മതി. ഓൾട്ടർനേറ്റീവ് ഇതെടുക്കുക. അപ്പൊ 2 + 0 എത്രയാണ്? 2 മൈനസ് 0 + 2 എത്രയാണ്? 2. ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സമ്മിന്റെ ഡിഫറൻസ് 0. ഓക്കെ ആണ്. അതിന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ കിട്ടുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഡിവൈഡ് ചെയ്യാം? 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓൾട്ടർനേറ്റിംഗ് ഡിജിറ്റുകളുടെ സമ്മ് കാണുക. അതിന്റെ ഡിഫറൻസ് 2 + 0 2 ആണ്. മൈനസ് 0 + 2 2 ആണ്. ഇനി അടുത്ത ഇതൊന്ന് നോക്കിയേ. 2 + 2 എത്ര? 2 മൈനസ് 0 + 4 എത്രയാണ്? 4 -2. അപ്പൊ അതിന് 11 കൊണ്ട് പറ്റത്തില്ല. അടുത്ത ഇതെന്താണ്? 2 + 0 എത്രയാണ്? 2 മൈനസ് 0 + 7 എത്രയാണ്? 7. അതുകൊണ്ട് -5. അതും 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 2 + 1 എത്രയാണ്? 3 മൈനസ് 0 + 1 എത്രയാണ്? 1. അതും 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഈ 3 എണ്ണത്തിന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മാത്രമേ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലായി 7 13 വന്നിരിക്കും. അല്ലെങ്കിൽ ഓപ്ഷൻ തെറ്റാണ്. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ വേണം. 11 നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പം ബിയും സിയും ഡിയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് ആൻസർ എത്ര വരത്തുള്ളൂ? എ വരത്തുള്ളൂ. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് 7ന്റെ നോക്കുന്നത്? 7ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത് എങ്ങനെയായിരുന്നു? ലാസ്റ്റ് നമ്പറിന്റെ ഡബിൾ എടുത്ത് ലാസ്റ്റ് നമ്പറിന്റെ ഡബിൾ എടുത്ത് റിമൈനിങ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്ത് പോവാം. ഇപ്പം കണ്ടേ 2002 ആണ്. ഇതിന്റെ ഡബിൾ എത്ര? 4. 4 മൈനസ് എന്താണ്? 196. അതിന്റെ ഡബിൾ എത്ര? ഉണ്ട്? 6ന്റെ ഡബിൾ 12. ബാക്കിയുള്ളതെന്നാണ് ഈ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ഡബിൾ ആണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ബാക്കിയുള്ളതെന്ന് മൈനസ് ചെയ്യുക. അപ്പൊ 2ന്റെ ഡബിൾ 4 ആണ്. 200 4 മൈനസ് ചെയ്ത് 196 കിട്ടും. ഇവിടെ എന്ത് ചെയ്ത് 6 ആണ്. 6ന്റെ ഡബിൾ 12 ആണ്. 12 ഡിവൈഡ് എത്രയാണ്? 7. 7 മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ആ കിട്ടുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ടായി. 13 കൊണ്ട് എങ്ങനെയായിരുന്നു? 13 പറഞ്ഞിട്ടില്ലല്ലോ സർ. പറഞ്ഞിട്ടില്ലല്ലോ. 13 പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, 11 വരെയല്ലേ പറഞ്ഞേ? ആണോ? നിങ്ങള് 13ഉം 17ഉം 19ഉം എല്ലാം ഒന്ന് നോക്കോടെ. 13 17 19 13 ഞാൻ പറയാം. 13 ഒന്ന് എടുത്തോട്ടെ. ഇതാണ് 13ന്റെ വരുന്നത്. ഡിവിസിബിൾ ബൈ 13. ഒരു നമ്പറിന്റെ 13ന്റെ പറയുന്നത് ഇത്രയാണ് പഠിച്ചണം. 7ന്റെ അപ്പം എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ഡബിൾ കുറച്ച് പോയാൽ മതി. 13 ആണെങ്കിൽ എൻഡ് ചെയ്ത നമ്പറിന്റെ 4 ടൈംസ്. എൻഡ് ചെയ്ത നമ്പറിന്റെ എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ്. 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എത്രയാണോ എൻഡ് ചെയ്യുന്നത് അതിന്റെ 4 കൊണ്ട് റിമൈനിങ്ങിൽ ആഡ് ചെയ്യുക. റിമൈനിങ് നമ്പറിന്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ 13ന്റെ സിംപ്ലസ്റ്റ് 13 ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത് എന്താണ്? ലാസ്റ്റ് കിടക്കുന്ന ഡിജിറ്റിന്റെ 4 ടൈംസ് എടുക്കുക. പെട്ടെന്ന് നമുക്ക് ലാസ്റ്റ് കിടക്കുന്ന ഡിജിറ്റിന്റെ എത്ര ടൈംസ് എടുക്കുക?
4 ടൈംസ് എടുത്തിട്ട് അത് റിമൈനിങ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. ഒന്നുകിൽ 13ന്റെ എന്ത് വരും, മൾട്ടിപ്പിൾ വരും. അപ്പൊ 13ന്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ്, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്, 13. ഈ എക്സാമ്പിൾ നടക്കുന്നുണ്ട് 2795. ഇത് എൻഡ് ചെയ്യുന്ന നമ്പർ എത്ര, പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാൽ. അപ്പൊ 13 വന്നാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, പഠിച്ചോണം. 13 വന്നാൽ 13 തൊട്ടാണ് 7 വന്നാൽ മൾട്ടിപ്പിൾ ഓഫ് 2, അത് മൈനസ് ചെയ്യുവാണ്. 13 വന്നാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, അത് പ്ലസ് ചെയ്യുവാണ്. മൾട്ടിപ്പിൾ ഓഫ് 4 അതെന്ത് ചെയ്യാണ്, പ്ലസ് ചെയ്യുവാണ്. അപ്പൊ 5 4s എത്രയാണ്, 20. ആഡ് ചെയ്യുക. അപ്പൊ എത്ര 299. ലാസ്റ്റ് ഡേറ്റ് 9 ആണ്. 9ന്റെ 4 ടൈംസ് എത്രയാണ്, 36. ആഡ് ചെയ്യുക. 9 6 15 65. ഈ 65ൽ എത്രയാണ്, 13 × 5 ആണ്. 5 × 5 ഒന്ന് നോക്കിയാൽ 13 × 5 എത്രയാണ്, 60. അപ്പൊ 13 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 13ന്റെ മൾട്ടിപ്പിൾ ആണ്. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതെന്താണ്, ഡിവിസിബിൾ ബൈ 13 ആണ്. അതായത് 13ന്റെ ടേബിൾ അറിഞ്ഞിരിക്കണം. ഇതിങ്ങനെയാണ് 2795 ഡിവൈഡ് ബൈ 13 ചെയ്ത് നോക്കുകയാണെങ്കിൽ 13 ടേബിൾ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. 13ന്റെ ഒക്കെ ടേബിൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ആട്ടാണെങ്കിൽ 13ന്റെ ടേബിൾ ഉപയോഗിച്ച് ചെയ്യാൽ മതി. ഈ മെത്തേഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 13ന്റെ ടേബിൾ അറിയാണെങ്കിൽ 13 2s are 26, വേറെ 9, 13 1s are 13, റിമൈൻഡർ എത്രയാണ് 65, 13 5s are 65, റിമൈൻഡർ എത്രയാണ് 0. അപ്പൊ കിട്ടി 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് 13ന്റെ ടേബിൾ അറിയാമെങ്കിൽ ജസ്റ്റ് തരും, അത്ര മതി. എല്ലാ നമ്പരും നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ടേബിൾ അറിയാമെങ്കിൽ പെട്ടെന്ന്. അത് നമ്മൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓരോ ഡിജിറ്റിന്റെയും ആ മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നത്. ഇതാണെങ്കിൽ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി എന്താണ്, ലാസ്റ്റിന്റെ 4 ടൈംസ് ആഡ് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് ചെറിയൊരു 2 ഡിജിറ്റ് നമ്പർ വരും. അത് 13ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഈ കിടക്കുന്ന നമ്പർ, ഇപ്പൊ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്. ചെയ്തുകൊണ്ടിരുന്ന നമ്പർ എത്രയാണ്, 2002 ആണ്. അപ്പൊ എൻഡ് ചെയ്ത നമ്പർ എത്രയാണ്, 2 ആണ്. 2ന്റെ 4 ടൈംസ് എത്രയാണ്, 8 ആണ്. ആഡ് ചെയ്യുമ്പോൾ 208 വരും. അപ്പൊ എൻഡ് ചെയ്ത നമ്പർ എത്രയാണ്, 8 ആണ്. 8ന്റെ 4 ടൈംസ് എത്രയാണ്, 32 ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 52 വരും. അപ്പൊ 52നെ പറ്റുമോ നോക്കുക, 13ന്റെ 4 ചെയ്ത് നോക്കാം. 4 3s are 12, 4 1s are 4 കണ്ട 52. അപ്പൊ ഇത് 13ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയാണ്, 202. അത് 11 ചെയ്തപ്പോ തന്നെ മനസ്സിലായി, ബാക്കിയൊന്നും 11 പറ്റത്തില്ല. അപ്പം 202നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ 11 ഒന്നുകൂടി പറയും സർ, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്? 2004ഉം 2007 ഒക്കെ 11ന്റെ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സമ്മാണ്. വലിയൊരു നമ്പർ 2 അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് 3 1. ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകൾ എടുക്കുക. കണ്ട, ഈ ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകൾ എല്ലാം കൂടെ ആഡ് ചെയ്യുക. എത്ര ഓൾട്ടർനേറ്റ്, ഇത് ഓൾട്ടർനേറ്റ് 1 അതാണ്. 2ഉം 7ഉം 9, 9ഉം 7ഉം എത്ര 16, 16 3ഉം 19 മൈനസ് അതിൽ നിന്നും അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്മൾ എടുക്കാത്ത നമ്പറുകൾ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. 10, 5 3 8 2 10, എത്ര കിട്ടിയത്, 9. ഈ കിട്ടുന്ന ആൻസർ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ 9 എന്ന് പറഞ്ഞാൽ? അല്ല. ഈ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ഇവിടെ നോക്കിയേ. ഓൾട്ടർനേറ്റീവ് നമ്പർ പറഞ്ഞേ, 20 മാത്രമേ ഉള്ളല്ലോ. 20 മാത്രമല്ലയോ, ഞങ്ങോട്ടില്ലല്ലോ. 2 പ്ലസ് ഇത് ഓൾട്ടർനേറ്റീവ് 2 പ്ലസ് 1 2 പ്ലസ് 0 എത്രയാണ് 2 മൈനസ് അടുത്ത ഓൾട്ടർനേറ്റീവ് എത്രയാണ് 0 പ്ലസ് 4 എത്രയാണ് 4, എത്ര കിട്ടിയത് -2. 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, അതാണ്. ആ കിട്ടുന്ന ആൻസർ ഒന്നെങ്കിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 11. പഠിച്ചോണം. ഡിവിസിബിൾ ബൈ 11ന്റെ ഡിവിസിബിലിറ്റി ആണ് ഓൾട്ടർനേറ്റീവ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ 3ാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്.
കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് തുടങ്ങിയ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 3999 രൂപയ്ക്ക്.